ഹലോ ഗൈസ്, ഞങ്ങളിന്നൊരു ട്രിപ്പ് പോകണേണ്. എവിടെയാണെന്നല്ലേ, സ്ഥലം ഞാൻ വഴിയെ പറയാം. ഇതൊരു സർപ്രൈസ് ഒരു ട്രിപ്പാണ്. ഞാൻ എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുത്തതാണ് ഈ ഒരു ട്രിപ്പ്. 2-3 മാസമായി, പക്ഷേ പോകാൻ പറ്റിയില്ല. ഓരോ കാരണങ്ങൾ കൊണ്ടിട്ട് അതങ്ങ് നീണ്ടു പോയി. ഫൈനലി വി ആർ ഗോയിങ് ടു പ്ലേസ് ഞാൻ പറയാം. പിന്നെ എന്താ, ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ തണ്ണീർമുക്കം ബണ്ടാണിത്. അത് കഴിഞ്ഞ് കുറച്ച് പോകണം. ഇവിടെ ഒരാളുണ്ട്. ഈ ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതെ ഒരു ഹൗസ് ബോട്ട് കണ്ടില്ലേ? നമ്മുടെ ഹൗസ് ബോട്ട് എവിടെയുള്ളത്? ആലപ്പുഴയിൽ അല്ലേ? ആലപ്പുഴയാണെന്ന് നമ്മൾ പറയും, പക്ഷേ ശരിക്കും ലൊക്കേഷൻ കുമരകമാണ്. കുമരകം KTDCയുടെ അണ്ടറിലുള്ള വാട്ടർ എസ്കേപ്സ് റിസോർട്ടിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര. നല്ല ഒരു അടിപൊളി റിസോർട്ടാണിത്. KTDCയുടെ ഒരു സ്വർഗരാജ്യം തന്നെയാണിത്. അത്രയ്ക്ക് ഭംഗിയാണ്. നിറയെ പച്ചപ്പും ഹരിതാപും വേണ്ടുവോളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റിസോർട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്കും ഇനി എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കൂടി വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല. ഇത് നമ്മുടെ റിസപ്ഷൻ്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ്. ചെറിയൊരു പോണ്ടുണ്ട്. എവിടെ വെള്ളം കണ്ടാലും എൻ്റെ മോൾക്കൊന്ന് കയ്യും കാലം നനച്ചില്ലെങ്കിൽ ഭയങ്കര വാശിയാണ്. പിന്നെ അതേ അവിടെ നിർത്തിയില്ല, അവളെ വേഗം എടുത്ത്. ഞാൻ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ഞങ്ങളെ ബഗ്ഗി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ബഗ്ഗിയിലേക്കാണ് റൂമിലോട്ട് പോകുന്നത്. ഒരുപാട് ലോങ് അല്ലെങ്കിലും നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ബഗ്ഗിയിൽ ഞങ്ങൾ റൂമിലോട്ട് കൊണ്ടുപോകും. ആ ഒരു റിസപ്ഷൻ്റെ ഫ്രണ്ടിലുള്ള ചെറിയൊരു കുളമാണിത്. ഞാൻ പറഞ്ഞില്ലേ, എവിടെ തിരിഞ്ഞാലും പച്ചപ്പാണെന്ന്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. ഒരേപോലത്തെ ഓരോ റൂംസാണ് അവിടെ ഉള്ളത്. ഒരേപോലെ ഇരിക്കുന്ന കാഴ്ച നമുക്ക് ഒരേപോലെ തോന്നും. ഓരോ റൂമിനും ഓരോ റൂം നമ്പേഴ്സ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും സ്വിറ്റ്സർലാൻഡിലാണോ അല്ലെങ്കിൽ വേറെ ഏതോ രാജ്യത്താണോ ഏതൊരു ഫോറിൻ കൺട്രിയിലാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിലാണ് അത് അവിടെ അങ്ങനെ പണിതേക്കുന്നത്. ശരിക്കും 3 ടൈപ്പ് കാറ്റഗറിയിലാണ് റൂംസ് ഉള്ളത്. ഒന്ന് റിവർ വ്യൂ, രണ്ടാമത്തത് കനാൽ വ്യൂ, മൂന്നാമത്തത് ഗാർഡൻ വ്യൂ. ഇതൊക്കെ കനാൽ വ്യൂ റൂംസ് ആണ്. ഈ റൂംസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇത് വേണ്ട കനാൽ പോലെ ഒഴുകുന്നുണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കനാൽ വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഗാർഡൻ വ്യൂ. അവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നതാണ് റിവർ വ്യൂ. ഏറ്റവും ഫ്രണ്ടിലുള്ളത് അവിടെ കായലാണ്. കായലിന് ഫേസ് ചെയ്തിട്ടുള്ള റൂംസാണ് റിവർ വ്യൂ വരുന്നത്. അതാണ് ശരിക്കും പ്രീമിയം റൂംസ്. പിന്നെ സെക്കൻഡ് വരുന്നത്, മിഡിൽ വരുന്നത് ഈ കനാൽ വ്യൂവും. ഞങ്ങൾക്ക് തൊട്ട് ബാക്കിലുള്ളതാണ് ഗാർഡൻ വ്യൂ. എന്ത് വ്യൂ ആയാലും റൂമിൽ തന്നെ ഇരിക്കില്ലല്ലോ. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇസ്വാൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ അവളെ കിട്ടില്ല. പിന്നെ എന്താ, റൂമിൻ്റെ അകത്തുള്ള വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ല ഗൈസ്. കാരണം അവിടെ ചെന്നവിടെ കുട്ടികളൊക്കെ റൂമിൽ കയറി. എന്നാൽ പിന്നെ ഇവിടുന്ന് പോകുന്നതിന് മുൻപായിട്ടൊക്കെ ആ ഒരു റൂം ടൂർ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഞാനത് മറന്നും പോയി. എല്ലാ റൂമിൻ്റെയും അകത്തൊക്കെ ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ റൂമിൽ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി ആ റിസോർട്ടിലെത്തി. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളൊന്ന് ജസ്റ്റ് എല്ലായിടത്തും നടക്കാനൊക്കെ ഇറങ്ങി. കഴിഞ്ഞ ആഴ്ച വരെ നല്ല മഴയായിരുന്നു. ഈ ഒരു ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം കുളമായി. നമ്മുടെ ട്രിപ്പൊക്കെ പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ പോയ ആ ഒരു 2 ദിവസം ഒട്ടും മഴയില്ലായിരുന്നു. മഴ രാത്രി ഉണ്ടായിരുന്നു, വൈകുന്നേരങ്ങളിലൊന്നും മഴയുണ്ടായിരുന്നില്ല. അങ്ങനെ നടന്ന് പോവാണ്. ഒരു ഭാഗത്ത് ആയുർവേദ സ്പായും ജിമ്മും എക്സസൈസിനുള്ളതും അല്ലാതെ കുറേ ആക്ടിവിറ്റീസിനുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കായലിൽ ചൂണ്ടയിടാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അതിനൊന്നും നിന്നില്ലായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതില്ല, അവർക്ക് അതിനുള്ള ക്ഷമ ഉണ്ടാവില്ല. നല്ല താമരക്കുളമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ താമരക്കുളം, അമ്പലക്കുളമൊക്കെ. കൊച്ചിയിലൊന്നും അത് കാണൂലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് അറ്റത്തായിട്ട് കാണുന്നുണ്ട് നമ്മുടെ വേമ്പനാട്ട് കായലാണിത്. ശരിക്കും വേമ്പനാട്ട് കായലിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു റിസോർട്ടാണ് നമ്മുടെ KTDCയുടെ കുമരകം വാട്ടർ എസ്കേപ്സ് റിസോർട്ട് എന്ന് പറയുന്നത്. ഇത് മുഴുവൻ കായലാണ്. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. വേമ്പനാട്ട് കായലിന് നല്ല ഭംഗിയും കാറ്റും. എൻ്റെ ഉപ്പ അവിടെ നിന്ന് പാട്ടൊക്കെ പാടാനായിരുന്നു.
കുമരകം പക്ഷി സങ്കേതവും ഈ റിസോർട്ടിനകത്ത് തന്നെയാണ്. നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ടേക്ക് എൻട്രി ഉണ്ട്. അതൊക്കെ നാളെയാണ് പോകുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല അടിപൊളി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ, ബൈ.